ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ലെവൽ മെയിൻസ് പരീക്ഷയുടെ ആദ്യത്തെ പരീക്ഷ, അതായത് ഓഫീസ് സൂപ്രണ്ട് ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി +2 ലെവൽ മെയിൻസ് എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർക്ക് ഒരു പാറ്റേൺ തന്നെയാണ്, അതായത് നിങ്ങൾക്ക് നോക്കിയിട്ട് പോകാൻ പറ്റിയൊരു പാറ്റേൺ തന്നെയാണ്. കൂടാതെ ഇതിലെ ചോദ്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ കീ നിങ്ങൾ നോക്കിയിരിക്കണം. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വിത്ത് എ ത്രോ ഓഫ് ഡാഷ് in men's javelin throw event in 2020 Tokyo Olympics, Neeraj Chopra won India's first ever gold medal in athletics. അപ്പോൾ എത്ര മീറ്റർ എറിഞ്ഞിട്ടാണ് ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ ആർക്ക് കിട്ടിയത്? നീരജ് ചോപ്രയ്ക്ക് കിട്ടിയത്. ഉത്തരം 87.58 മീറ്റർ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ കറക്റ്റ് അബൌട്ട് 5th 5-year പ്ലാൻ? അപ്പോൾ 5th 5-year പ്ലാനിൽ അതിന്റെ സവിശേഷതകൾ ഈ താഴെ തന്നിരിക്കുന്ന 5 ഏതൊക്കെയാണ്? കീ ഫീച്ചേഴ്സ്: ഇറ്റ്സ് ഡ്യൂറേഷൻ വാസ് ഫ്രം 1974 to 1978. ദിസ് പ്ലാൻ ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹട്ടാവോ, എംപ്ലോയ്മെന്റ് ജസ്റ്റിസ്, agriculture, production and defense. For the first time, the private sector got priority over the public sector. Its duration was from 1985 to 1990. This plan was terminated in 1978 by the newly elected Morarji Desai government. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. 1, 2, 5 കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. കമ്പയർ ദ ഗിവൺ ടേബിൾസ് ഗിവൺ ബിലോ ആൻഡ് മാച്ച് ദം കറക്റ്റ്ലി. ഇപ്പോൾ ഗാട്ട്, ക്വാഡ്, NTAGI, IC ഫോഴ്സ്. അപ്പോൾ ഇതില് മാച്ച് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാട്ടുമായിട്ട് യോജിക്കുന്നത് ടു പ്രൊമോട്ട് ട്രേഡ് വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ ഇൻ വിച്ച് each member nation opened its markets equally to every other. രണ്ടാമത്തെ ക്വാഡുമായിട്ട് ബന്ധപ്പെട്ടത് ഇറ്റ് ഈസ് എ informal strategic forum comprising 4 nations, namely USA, India, Australia and Japan. This forum is to work for a free, open, prosperous and inclusive Indo-Pacific region. NTAGI an advisory group of informing decision making concerning the introduction of new vaccines and strengthening the universal immunization program. IC force ആണെങ്കിൽ it is an autonomous organization set up by the government of Kerala, India and having the combined mandate of popularizing free and open source software for universal use. അടുത്തത്, ഐഡന്റിഫൈ ദ റിനൈസൻസ് ലീഡർ ഫ്രം ദ ബയോഡേറ്റ ഗിവൺ ബിലോ. ഒരാളുടെ ബയോഡേറ്റ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആളെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ബോൺ February 17th 1879, ബർത്ത് പ്ലേസ് ഇരവിപേരൂർ, ട്രാവൻകൂർ, പ്രസന്റ്ലി പത്തനംതിട്ട ഡിസ്ട്രിക്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇരവിപേരൂർ എന്ന് പറയുമ്പോൾ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും. പാരൻസ് കണ്ടൻ ഫാദർ, ലാച്ചി മദർ, സ്പൗസ് ജാനമ്മ. ഡൈഡ് June 29th 1939. സോഷ്യോ റിലീജിയസ് ആക്ടിവിറ്റീസ്, ദളിത് ആക്ടിവിസ്റ്റും പോയറ്റും ആണ്. ഫൗണ്ടർ ഓഫ് റിലീജിയസ് പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് നെയിംഡ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ആ ക്ലൂവും നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ആളെ കിട്ടും. സ്റ്റാർട്ടഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫോർ ദളിത് കമ്മ്യൂണിറ്റി. ആരാണ് ഈ റെനൈസൻസ് ലീഡർ? ഓപ്ഷൻ സി കുമാര ഗുരുവാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ അണ്ടർ മെൻഷൻ ഇവന്റ്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്നത് ഏതാണ്? ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശേഷം മുസ്ലിം ലീഗ് വാസ് ഫോംഡ്. പൂർണ്ണ സ്വരാജ് റെസല്യൂഷൻ പാസ്ഡ് ബൈ കോൺഗ്രസ്. Then Mahatma Gandhi started Dandi March, Quit India movement. ഇതാണ് കറക്റ്റ് ഇയർ വൈസ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സിംഗുലർ ഫോം ഓഫ് ഡേറ്റ? ഡേറ്റയുടെ സിംഗുലർ ഫോം എന്താണ്? ഡേറ്റം. വിച്ച് ഈസ് എ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസ്? ഇതിൽ തന്നിരിക്കുന്ന കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? പ്ലോട്ടർ ആണ്. വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഉത്തരം MS DOS. 1 PB എന്ന് പറയുന്നത് 1024 ടെറാബൈറ്റ്. യൂണിവാക് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറിന്റെ എക്സ്പാൻഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് വൺ? ആൻസർ Windows 11 ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? വിൻഡോസ്.
ബാക്കിയൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. വാട്ട് ഡസ് PDF refers to? PDFന്റെ ഫുൾ ഫോം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. RAM stands for, റാമിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് കൂളിംഗ് ഫാൻ ആണ്. ഹൗ ഡു സ്ക്രോൾ ബാർസ് അപ്പിയർ ഇൻ എ വേർഡ് ഡോക്യുമെന്റ്? ഉത്തരം വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി. വാട്ട് ഈസ് EDP? EDPയുടെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസസ് ഡാഷ് സിംബൽസ്. ആൻസർ 16 ആണ്. ALU ഈസ്, ALUവിന്റെ ഫുൾ ഫോം എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. വാട്ട് റെപ്രസെന്റ്സ് ദ മാർജിൻ ദാറ്റ് സ്പെസിഫൈസ് റൈറ്റബിൾ റീജിയൻ ഇൻ വേർഡ്? ആൻസർ ഓപ്ഷൻ ഡി റൂളേഴ്സ് ആണ്. Which among the following is used to scroll vertically and horizontally through a document in Word? Answer scroll bar. Name the first Indian supercomputer. ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? പരം ആണ്. Pick out OOP language from the following. താഴെ തന്നിരിക്കുന്നതിൽ OOP എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കണ്ടെത്താനാണ്. ഉത്തരം CPP ആണ്, C++. What is mouse pointer in Microsoft Excel? Answer option B, cell pointer. Find the odd one out. Odd one out കണ്ടെത്താനാണ്. CPP ആണ്. ബാക്കിയെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, CPP എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. Find the user defined data type in C. Answer struct. Which among the following group provides commands to cut, copy and paste the list in PowerPoint? Answer option A, clipboard group. Pick out the unary operator from the following. Unary operator ഏതാണ്? ++ ആണ്. Which of the following is the correct declaration for an array? Arrayക്ക് വേണ്ടിയുള്ള correct declaration ഏതാണ്? int M5. What does HTML refer to? HTMLന്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതാണ് HTMLന്റെ ഫുൾ ഫോം. Which of the following is a non-impact printer? Non-impact printer ഏതാണ്? ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇങ്ക്ജെറ്റ് പ്രിന്റർ. ASCII refers to. ASCIIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. What is software piracy? സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ഡ്യൂപ്ലിക്കേഷനെയാണ്. An interface between user and computer is, ഓപ്ഷൻ സി ആണ്, OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. Which is the official protocol of internet? ഇന്റർനെറ്റിന്റെ ഒഫീഷ്യൽ പ്രോട്ടോകോൾ ആണ് IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. In computer terminology, a bit refers to. കമ്പ്യൂട്ടർ ടെർമിനോളജിയിലെ ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ് ആണ്. What does SQL refer to? SQLന്റെ ഫുൾ ഫോം എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈ BCDIC ആണ്. ഇതെന്ന് പറയുന്നത് എത്ര ബിറ്റ് കോഡാണ്? 8 ബിറ്റ് ആണ്. 8 ബിറ്റ്. MSD refers to. MSDയുടെ ഫുൾ ഫോം എന്താ? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. EEPROM refers to. EEPROMന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രിക്കലി ഇറേസബിൾ PROM എന്നതാണ് EEPROMന്റെ ഫുൾ ഫോം. വാട്ട് ഡസ് MAR refer to? MARന്റെ ഫുൾ ഫോം എന്താണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ. വാട്ട് ഡസ് MBR refer to? MBRന്റെ ഫുൾ ഫോം എന്താണ്? മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ. ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1024 GB ആണ് ഒരു ടെറാബൈറ്റ്. ഡാഷ് ആർ സിംഗിൾ യൂസർ സിസ്റ്റം ഇൻ സ്മോൾ സൈസ്. സിംഗിൾ യൂസർ സിസ്റ്റം ഇൻ സ്മോൾ സൈസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഡാഷ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രോസസ് അനലോഗ് ഡേറ്റ. അനലോഗ് ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലേറ്റന്റ് നോബ്സ് ആർ ഓൾസോ നോൺ ആസ്. പ്ലേറ്റന്റ് നോബ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ടു ഒള്ളി തമ്പ് വീൽ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സൈഡ് ഈസ് സിലിണ്ടർ റാച്ചറ്റ് വീൽ സിറ്റുവേറ്റഡ്? ഓപ്ഷൻ എ ആണ്, വൺ ഒള്ളി, ലെഫ്റ്റ് സൈഡ് ഓഫ് സിലിണ്ടർ.
With the help of dash, we get step-by-step movement. Answer option D ആണ് 4 only. All of the above. Loose dog, rigid dog, escapement wheel. The shift key is used for getting dash character on the paper. 2 only ആണ് uppercase. While typing, get jerky space on the same spot in every line due to answer option C ആണ് 4 only breaking of a tooth of carriage rack. അടുത്ത ചോദ്യം the usual complementary clause of demi official letter is option C ആണ് 3 only yours sincerely. Dash letter can be typed in 1 inch with elite type head. ആൻസർ ഓപ്ഷൻ എ 1 only ആണ്, അതായത് 12. ഗുഡ് അലൈൻമെന്റ് വൈൽ ടൈപ്പിംഗ് മീൻസ് ഓപ്ഷൻ ഡി ആണ് 4 only, നൺ ഓഫ് ദി എബവ്. വാട്ട് ആർ ഗൈഡ് കീസ്? ഗൈഡ് കീസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് 2 only, എ ആൻഡ് സെമി കോളൻ. ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പ് സൈൻ ഡാഷ് സ്പേസ് ഈസ്. ആൻസർ ഡി ആണ് 4 only. All the above are applicable. No space, single space, double space. Choose the word correctly spelled. Answer option A ആണ് ingenuity. INGENUITY. One of the cheapest ways to dash money to someone is through the post office. Answer option B ആണ് send. അടുത്ത ചോദ്യം the entire class is quacking in its boots. The italicized idiom means answer option B ആണ് feel extremely nervous. I said are you happy? Report the sentence. Sentence report ചെയ്യാണ് ഓപ്ഷൻ സി I asked him if he was happy. Choose the correct word order. Answer option B ആണ് the only thing the earth needed was a downpour or at least a shower. You dash not tell Rachel, she will be scandalized. Answer option D ആണ് had better. She fell asleep dash the film. Option C during. Pick out the sentence with appropriate punctuation marks. Answer option D ആണ് gosh, does it cost that much? He is quite tall for his age dash question tag എഴുതാനാണ്. ആൻസർ ഓപ്ഷൻ സി ഈസ് ഇൻ ഹി. സിനോണിം ഓഫ് ഫ്ലൈ. ഫ്ലൈയുടെ സിനോണിം എന്താണ്? ഓപ്ഷൻ സി ഗ്ലൈഡ് എന്നതാണ്. വി ഡാഷ് പ്ലേയിങ് 5 minutes വെൻ യു ടേൺഡ് അപ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഹാഡ് ബീൻ. ആന്റോണിം ഓഫ് പെരിഷ്. പെരിഷിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ ബി ലീവ്. A violent storm whose center is a cloud in the shape of a funnel is option C ആണ് tornado. A gang of thieves attacked him. Change into passive voice. Passive voice ലേക്ക് മാറ്റാനാണ് ഓപ്ഷൻ ബി he was attacked by a gang of thieves. Meaning of the phrasal verb breakthrough. Breakthroughന്റെ meaning എന്താണ്? Advancement എന്നതാണ്. Advancement. If I knew her name dash, if I knew her name dash, I would tell you. I would tell you. Noun form of the word persist. Persistന്റെ noun form എന്താണ്? Persistence ആണ്. Persistence. See the broken window. The underlined word is broken എന്ന് പറയുന്ന word എന്താണ്? Adjective ആണ്. Adjective. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സെന്റൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ഇഫ് യു ഡോണ്ട് പേ അറ്റൻഷൻ ടു ദ അനൗൺസ്മെന്റ് യു മൈറ്റ് ബോർഡ് ദ റോങ് ട്രെയിൻ. വാട്ട് യു ആർ ഡൂയിങ് നൗ ഈസ് ഡാഷ് ദാൻ വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഈസിയർ. ഈസിയർ. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. സമ്രാട്ട്. ശരിയായ രൂപം ഏതാണ്? ഓപ്ഷൻ ബി ആണ് സമ്രാട്ട്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൊന്നപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം ഏത്? കൊന്നപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? കർണികാരം. കർണികാരം. ദ്വന്ദ്വസമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത്? ഉത്തരം ആഹാരാദികൾ. ആഹാരാദികൾ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. വാക്യം 1ഉം 3ഉം ശരിയാണ്. ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു.
ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു. ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം, ദുർഗ്രഹം. ദീപാവലി കുളിക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്ത്? ദീപാവലി കുളിക്കുക, ആവശ്യമില്ലാതെ ചെലവഴിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം ഏതാണ്? സ്ത്രീലിംഗ പദം വിദുഷിയാണ്, വിദുഷി. പുരോഗതി എന്നതിന്റെ വിപരീത പദം എന്ത്? പുരോഗതി എന്നതിന്റെ വിപരീത പദം പശ്ചാത്ഗതി, പശ്ചാത്ഗതി. ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ബഹുവചന ശബ്ദം അല്ലാത്തത് ഗുരുക്കൾ ആണ്. അത് എന്താണ്? പൂജക ബഹുവചനമാണ്. ഓക്കെ. അടുത്തത് അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുന്നത് ആ പ്ലസ് മാതിരി. ഐ ഫോർ ആൻ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള രൂപം തിരഞ്ഞെടുക്കുക. ഉത്തരം ഉരുളയ്ക്ക് ഉപ്പേരി എന്നതാണ്. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ ഇടർ തീർപ്പതിനേക ഹേതുവാ വന്നിടയാ മേതു മഹാവിപത്തിലും. ഈ വരികളിൽ ദുഃഖം എന്ന അർത്ഥം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇടർ എന്നതാണ്. വടികൊണ്ട് അടിച്ചു. ഇവിടെ കൊണ്ട് എന്ന ശബ്ദം ഏത് പദവിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഗതിയാണ്, ഗതി. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത് തൺ പ്ലസ് താർ. സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന ശരിയായ പദം ഏതാണ്? സംശയമില്ലാത്തത് അസന്നിഗ്ധം ആണ്. ചക്കപ്പഴം എന്ന വാക്ക് പിരിച്ചെഴുതി സന്ധി ചെയ്യുമ്പോൾ പുതിയതായി വരുന്ന വർണ്ണം ഏതാണ്? ഉത്തരം പ കാരമാണ്. കാൽന ഹേതു മരീചികൾ ഈ സമസ്ത പദത്തിന്റെ വിപുലീകരിച്ച രൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ രമയ്ക്ക്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നാമവിശേഷണം ചേർന്ന വാക്യം ഏതാണ്? ഉത്തരം ബി ആണ്. വാക്യം 2 സ്വർണക്കമ്മൽ അണിഞ്ഞു. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഈ ചൊല്ലിൽ തെളിയുന്ന ആശയം എന്താണ്? ഉത്തരം നന്മയിലും തിന്മയെ മാത്രം കാണുന്നവർ. Employees are an example of internal publics. Which of the following statement is or are correct about stakeholders? Answer D. Both 1 and 3 ആണ്. An organization has certain communication obligations towards its stakeholders. Corporate communication serves as a link between management and its different stakeholders. Dash is written more often when a crisis situation arises or during an adverse effect of a drug resulting in ailments. ഉത്തരം ഓപ്ഷൻ ബി ആണ്. spot press release. Which of the following statement is or are correct about consumer PR? ഉത്തരം ഓപ്ഷൻ ഡി all 1, 2 and 3. It connects brand with the consumer. It is an important tool of promotion. Along with advertising, consumer PR can be very effective. അവസാനത്തെ ചോദ്യം which of the following statements is or are correct about media relation? Answer option D ആണ്. all of the above. Drive strategic and tactical decision making. Highlight actual corporate value created by communication activities. Demonstrate the total value created by a communication department. ഓക്കെ, അപ്പൊ ഈ പരീക്ഷയുടെ സിലബസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 5 മാർക്കിനാണ്. 5 മാർക്കിന് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് അതായത് മലയാളം എന്ന് പറയുന്നത് 20 മാർക്ക്, ബേസിക്സ് ഓഫ് പബ്ലിക് റിലേഷൻ 5 മാർക്ക്. ആ ഒരു സിലബസ്, ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്ത് തന്നെയാണ് ഇവർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പുതിയ പാറ്റേൺ രീതിയിൽ, അതായത് നമ്മുടെ ഈ LDC മെയിൻസ്, LGS മെയിൻസിന്റെ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു റിനൈസൻസ് ലീഡറിനെ തന്നെ ബയോഡേറ്റ തന്നിട്ട് അല്ലെങ്കിൽ സൂചകങ്ങൾ തന്നിട്ട് അതിൽ നിന്നും റിനൈസൻസ് ലീഡറിനെ കണ്ടുപിടിക്കാൻ, പക്ഷെ നമുക്ക് അറിയാനുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി, കാരണം ഒരുപാട് സൂചനകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, എളുപ്പമായിരിക്കും ഇനിയുള്ള പരീക്ഷ, എന്നാലും നമ്മൾ പ്രിപ്പറേഷനിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള സ്റ്റഡീസ് ഇനി കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക.
വീണ്ടും കാണാം. താങ്ക് യു.